ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു നാട്ടുമ്പുറത്തുകാരിയാണ്, ഒരിക്കലും ഓവർ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയോ അതുപോലെ ആക്ട് ചെയ്യുകയോ ചെയ്യില്ലെന്ന്. പക്ഷെ ഇതില് ട്രെയിലറിലൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലെങ്കിലും ഇതിലിറങ്ങിയ പാട്ടിൽ ഭയങ്കര ഓവർ ആയിട്ടുള്ള എക്സ്പോസിംഗ് ആണ്. അത് രാം ഗോപാൽ വർമ്മ എന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു വേഷം തിരഞ്ഞെടുത്തത്. എന്താണ് ശരിക്കും ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഗ്ലാമറസ് വേഷമാണ്. ഞാനത് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കലും ഞാൻ ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് റിഫ്ലക്റ്റഡ് മൈ ഫീലിംഗ്സ് ബാക്ക് ദെൻ. ആ ഒരു പോയിന്റില് ഞാൻ വന്ന സർക്കംസ്റ്റൻസസ് ആൻഡ് എവറിത്തിങ് വാസ് സോ ഡിഫറെന്റ്. അപ്പൊ ഞാൻ എന്റെ ചിന്താഗതിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഐ ഡോണ്ട് വോണ്ട് ടു ഡു ഗ്ലാമർ റോൾസ് ആൻഡ് ഓൾ, ബട്ട് നൗ ഐ ബിലീവ് ബി ആൻ ആക്ട്രസ്, it only that diversity only going to fuel your craft. And this character is a very girl next door, and so she is actually trailer നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു വളരെ ഗേൾ നെക്സ്റ്റ് ഡോർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ളത്. സോ കംപ്ലീറ്റ്ലി അതൊരു ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഞാൻ സ്റ്റോറി സ്ക്രിപ്റ്റ് കേട്ട ശേഷം ഡയറക്ടറും അതുപോലെ രാമും പറഞ്ഞൊരു കാര്യമാണ്, the thing is that ആ സ്റ്റോക്കറിന്റെ ഇമാജിനേഷനില് പുള്ളിയുടെ ഫാന്റസീസില് പുള്ളി കരുതുന്നത് ഷീസ് എ വെരി സെക്സി ഗേൾ, ഷീസ് ലൈക്ക് ദിസ് ദാറ്റ്. സോ അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം, അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെർട്ടൈൻ കൈൻഡ് ഓഫ് ഗ്ലാമർ നമുക്ക് ഈ മൂവിയിൽ കാണിക്കേണ്ടി വന്നു. ആൻഡ് സോ ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. For me now, glamour has a lot of definition. It is not about clothes. It is actually kind of an emotion. Glamour it depends from ഓരോ വ്യക്തികളിൽ അത് ബാധിക്കും. Like depends from person to person. ചിലർക്ക് അതൊരു വസ്ത്രങ്ങളിലായിരിക്കാം, ചിലർക്ക് ഇമോഷൻസ് ആയിരിക്കാം, ഫീലിംഗ്സ് ആയിരിക്കും. സോ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഗ്ലാമർ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഡെഫിനിഷൻ. അന്ന് പറഞ്ഞ വാക്കുകൾ വളരെ റിഗ്രസീവ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്കറിയാം ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും പോകുന്നുണ്ട്. അന്നത്തെ 22-കാരിയായ എന്നെ ഒരിക്കലും ഞാൻ ഭാവിയിൽ കുറ്റവും പറയാൻ പോകുന്നില്ല. സോ എന്റെ ഈ ഒരു ക്യാരക്ടറിന് ആവശ്യകരമായി ആൻഡ് ഭാവിയിൽ ഇനി എനിക്ക് ഐ എം ഓപ്പൺ ടു ഓൾ കൈൻഡ് ഓഫ് റോൾസ്.